റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിൽ വന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഇന്നാലിന്ന സഹോദരൻ താങ്കളുടെ ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് പഠിക്കൽ മാത്രമാണ്, ജോലിക്ക് പോകുന്നില്ല, വേറെ ഒരു തൊഴിലും ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹോദരാ, താങ്കളുടെ ആ സഹോദരൻ മൂലം താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം. വിജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന താങ്കളുടെ ആ സഹോദരനുണ്ടല്ലോ, ആ സഹോദരൻ കാരണം താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം. ഭൗതിക ജീവിതത്തിൽ നിനക്കനുഗ്രഹങ്ങൾ ചൊരിയാൻ, നിന്റെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തീർച്ചയായും അത് കാരണമായി തീർന്നേക്കാം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫളിൽ അളീം. നിങ്ങൾ അല്ലാഹുവിനോട് തഖ്വ കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ഫുർഖാൻ തരും. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചത്, തഖ്വ നിങ്ങൾ ജീവിതത്തിൽ വളർത്തിയെടുത്താൽ, മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ തഖ്വയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ അകത്തൊരു പ്രകാശം അല്ലാഹു നൽകും. ആ പ്രകാശത്തിന്റെ പേരാണ് ഫുർഖാൻ. ആ ഫുർഖാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ ഇൽമ് നിങ്ങൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയും. ഇൽമുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട്, കഅബേ, ആരാണ് യഥാർത്ഥത്തിൽ ഇൽമിന്റെ ഉടമസ്ഥൻ? ഒരുപാട് വായിച്ചവനാണോ? ഒരുപാട് പഠിച്ചവനാണോ? അല്ല ഉമറെ, ഇൽമിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആ ഇൽമനുസരിച്ച് ജീവിതത്തിൽ സ്വയം മാതൃകയാവുകയും ആ ഇൽമനുസരിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അവരാണ് യഥാർത്ഥത്തിലുള്ള ഇൽമിന്റെ അഹ്ലുകാർ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്.